കണ്ണൂർ പാപ്പിനിശ്ശേരിയിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കുഞ്ഞിന്റേത് കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സ്ഥിരീകരണമെന്ന് വളപട്ടണം SHO B കാർത്തിക് പറഞ്ഞു. കാർത്തികിന്റെ വാക്കുകളിലേക്ക്. നമ്മൾ ബഹളം കേട്ടിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെ കുട്ടീനെ കാണുന്നില്ല എന്നിട്ട് പരിധി ലാസ്റ്റ് കിണറിന്ന് കിട്ടി എന്നിട്ട് എടുത്തു കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ഇൻഫർമേഷൻ ആ കുട്ടി കിണറ്റിൽ വിழுந்து മരിച്ചിന് കിട്ടി. സോ ഓബ്വിയസ് 4 മാസ കുട്ടി കുറച്ച് സസ്പീഷൻ ഉണ്ടാവും. ഇതേക്കുറിച്ച് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇൻക്വസ്റ്റ് ഇസ് ഗോയിങ് ഓൺ. ഫാമിലിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതുപോലെ ഒരു ആ വീട്ടിൽ 5 പേർ താമസമാണ്. സോ ഒരു പെൺകുട്ടി പുറത്തിറങ്ങി യൂറിൻ കഴിച്ചിട്ട് പിന്നെ വരുമ്പോൾ പെൺകുട്ടിയെ കാണും. ഒരു 4 മാസ കുട്ടി കാണും. സോ അവർക്കും അത് മട്ടും അറിയും. സോ അതുപോലെ എല്ലാവരുടെയും അത് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിലതും കോൺട്രഡിക്ഷൻ ഉണ്ടാണ്. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ നോക്കിയിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കലു ദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത്. മാതാപിതാക്കളെയും അച്ഛന്റെ സഹോദരന്റെ മകളെയും പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. സമീപത്ത് താമസിച്ച ബംഗാൾ സ്വദേശിയെയും ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നു. നിഖിൽ, തുടക്കത്തിൽ തന്നെ അങ്ങനെ ഒരു സംശയമുണ്ടായിരുന്നു. ഇപ്പോൾ കൊലപാതകം എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നുണ്ടോ ഈ കുഞ്ഞിന്റെ കാര്യത്തിൽ? പോലീസിന്റെ പ്രാഥമികമായ നിഗമനം കുട്ടിയെ കൊലപ്പെടുത്തി എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇതിൽ കൃത്യമായ ഒരു അന്തിമ നിഗമനത്തിലേക്ക് എത്തുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഒപ്പം തന്നെ ഫോറൻസിക് വിഭാഗം നടത്തുന്ന പരിശോധന അവിടെ അല്പസമയത്തിനകം നടക്കും. ഇതിന് രണ്ടിന് ശേഷമായിരിക്കും പോലീസ് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം പറയുക. പക്ഷേ ഈ വളപട്ടണം SHOയുടെ ചുമതലയുള്ള കാർത്തിക് B IPS ഉൾപ്പെടെ പറയുന്നത് ഈ 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞ് അങ്ങനെ പോയി ആ കിണറിൽ വീഴാനുള്ള ഒരു സാധ്യതയുമില്ല. മാത്രമല്ല ആൾമാറ ഉൾപ്പെടെയുള്ള കിണറാണ്. അപ്പോൾ കൊലപ്പെടുത്തി എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് ഏതായാലും എത്തിക്കഴിഞ്ഞു. ഇനി പ്രധാനമായും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പോലീസിന് വ്യക്തത വരാനുള്ളത് ഈ കുഞ്ഞിനെ കൊന്നതിന് ശേഷം കിണറ്റിലിടുകയായിരുന്നോ അതോ കിണറ്റിൽ ജീവനോടെ ഇടുകയായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. അത് കൊലപാതകം എന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസ് പോകുന്നതോടുകൂടി ഏതായാലും ഇപ്പോൾ ഈ കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന അച്ഛനെയും അമ്മയെയും ഒപ്പം അച്ഛന്റെ 2 സഹോദരന്മാരുടെ മക്കളാണ്. അതിൽ ഒരാൾക്ക് 2 വയസ്സ് മാത്രമാണ്, മറ്റേ കുട്ടിക്ക് 12 വയസ്സാണ്. ഇവരെ 3 പേരിൽ നിന്നാണ് ഇപ്പോൾ കൂടുതൽ വിശദമായി വിവരങ്ങൾ പോലീസ് തേടിക്കൊണ്ടിരിക്കുന്നത്. കുട്ടിയുടെ പിതാവിനെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിയുടെ അമ്മയും ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞ 12 വയസ്സുള്ള കുട്ടിയും വനിതാ പോലീസ് സ്റ്റേഷനിലാണ്, കണ്ണൂരിലെ വനിതാ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഇവരെയും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് കുട്ടിയുടെ മൃതദേഹമുള്ളത്. അല്പസമയത്തിനകം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോകും. ഇൻക്വസ്റ്റ് നടപടികൾ ജില്ലാ ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ഈ പരിസരത്തുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്നടക്കം പോലീസ് വിവരങ്ങൾ തേടിയിട്ടുണ്ട്. അവരെയും ചോദ്യം ചെയ്തിട്ടുണ്ട്. കാരണം ഇന്നലെ രാത്രി 9:30 ഈ 12 വയസ്സുള്ള കുട്ടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ശുചിമുറിയിലേക്ക് പോകുന്നത്. ഈ കുട്ടി തിരിച്ചു വരുമ്പോഴാണ് ഈ 4 മാസം പ്രായമുള്ള കുട്ടിയെ, നേരത്തെ അമ്മയ്ക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന കുട്ടിയെ കാണാനില്ല എന്ന് പറയുന്നത്. തുടർന്നാണ് അവിടെ തിരച്ചിൽ നടത്തുന്നത്. ഈ രക്ഷിതാക്കളുടെ ബഹളം കേട്ടിട്ടാണ് മുകൾ നിലയിൽ താമസിച്ചിരുന്ന മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെ ഇറങ്ങി വന്ന് പരിശോധന നടത്തിയത്. അതിനിടയിലാണ് കിണറിൽ ഈ കുട്ടിയെ ഇങ്ങനെ കണ്ടത്. കിണറിൽ പൊങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. ഏതായാലും ഈ സംഭവത്തിന്റെ നിഖിൽ അളവൂറാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.